ലൈംഗിക പരാജയം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യം ഞാൻ പറഞ്ഞു. വയറിന്റെ പ്രശ്നം പറഞ്ഞു, മാനസിക പ്രശ്നം പറഞ്ഞു, സമ്മർദ്ദങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ആളാണോ എന്നതൊന്ന് പരിശോധിക്കണം. പിന്നെ നമ്മൾ മിസ്വാക്ക് അപാര ശക്തി ഉണ്ടാക്കും. അതും അറാക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ലൈംഗിക ബലഹീനതക്ക് വലിയ പരിഹാരം അറാക്കിലുണ്ട്. എന്തുകൊണ്ട് അറാക്കിലുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഈത്തപ്പഴം ശീലമാക്കുക. ഈത്തപ്പഴത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കിട്ടുമെങ്കിൽ സുക്കരി ഇനത്തിൽപ്പെടുന്ന ഈത്തപ്പഴമാണ് നല്ലത്. സുക്കരി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സൗദിയിലൊക്കെ വളരെ വ്യാപകമായി കിട്ടുന്ന ഈത്തപ്പഴമാണ് സുക്കരി. അപ്പം ഈ സുക്കരി ഈത്തപ്പഴം കഴിക്കുന്നതോടൊപ്പം പാലുകൂടി പ്രഭാതത്തിൽ കുടിക്കാൻ കിട്ടുമെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ, അമ്മാ ബഅദ്. ഹിക്മ ഹീലിംഗ് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. കുടുംബജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ ജീവിത വിജയരഹസ്യത്തിൻ്റെ ചുരുളഴിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ ഭൂമിയിലെ ജീവിതം മനോഹരമായി തീരുന്നത് ഇണകളായി ചേർന്ന് ജീവിക്കുമ്പോഴാണ്. നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇണകൾ, ഇണങ്ങി നിൽക്കുന്നവർ, ചേർന്ന് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഇണങ്ങിയും ചേർന്നും നിൽക്കേണ്ടവർ എന്നാണല്ലോ ഇണകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം. പക്ഷെ ഇന്ന് പുതിയ സമൂഹത്തിൽ വിദ്യാസമ്പന്നരായ, ജീവിതത്തിൽ വലിയ നിലവാരങ്ങളൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും അനൈക്യങ്ങളും അകൽച്ചയും, 4 ചുവരുകൾക്കുള്ളിലാണ് ഒന്നിച്ച് താമസിക്കുന്നതെങ്കിലും വലിയ അകൽച്ചയിൽ താമസിക്കുന്നവരാണ് പല ദമ്പതിമാരും. ഒരുപാട് കാരണങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇവർക്കിടയിൽ ശാരീരികമായ ചേർച്ച ക്ലിയർ അല്ല. ഇവരൊന്നായി തീരുന്നില്ല. സത്യത്തിൽ 2 പേർ ഒന്നായി ചേരുന്ന, രണ്ടാളുണ്ട് എന്ന തോന്നൽ ഇല്ലാതാക്കുന്ന ഒരു അനുഭവമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ. ആ അനുഭവത്തെ നമ്മൾ ലൈംഗിക ജീവിതം എന്നാ പറയുന്നത്. അതായത് 2 പേർ ഒന്നായി ഇഴുകിച്ചേർന്ന് രണ്ടാളുണ്ട് എന്ന ബോധം പോലും ഇല്ലാതാവുകയും ഒന്നായി ഒരുമിച്ച് കൂടപ്പെടുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗിക ജീവിതം. മനുഷ്യ സമൂഹത്തിൽ അത് കേവലം പുതിയൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് മാത്രമല്ല, ശാരീരികമായ ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ മനുഷ്യൻ സാധ്യമാക്കുന്നുണ്ട്. ആരോഗ്യം സാധ്യമാവുന്നു. ഏതാരോഗ്യം? ശരിയായ ലൈംഗിക ജീവിതത്തിലൂടെ ശാരീരികമായ ആരോഗ്യം സാധ്യമാവുന്നുണ്ട്, മാനസികമായ ആരോഗ്യം സാധ്യമാവുന്നുണ്ട്, ബുദ്ധിപരമായ ആരോഗ്യം സാധ്യമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഏർപ്പാടാണ് ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗിക ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് ഇസ്ലാം വളരെ കൃത്യമായ ഒരു പഠനം ഈ വിഷയത്തിൽ മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശിഷ്യഗണങ്ങളായ സ്വഹാബി വര്യന്മാർക്ക് റളിയല്ലാഹു അൻഹും വളരെ കൃത്യമായ അവബോധം ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇണകൾ പരസ്പരം സ്വീകരിക്കേണ്ട മര്യാദകളും വൃത്തിയും ശുദ്ധിയും വെടിപ്പും, അതുപോലെ ലൈംഗിക ജീവിതത്തിലേക്ക്, ലൈംഗിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ട കാര്യങ്ങളടക്കം വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പുതിയ സമൂഹത്തിൽ നമ്മൾ കാണുന്ന സ്വരച്ചേർച്ചയില്ലായ്മ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൽ. സ്വരച്ചേർച്ചയില്ലായ്മ,
മാനസിക പൊരുത്തമില്ലായ്മ, പരസ്പരം ഒരു 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 അകലുമ്പോൾ വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു തരം വൈകാരികമായ അടുപ്പമില്ലായ്മ, ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ശരിയായ ശാരീരിക ചേർച്ച. സ്വരച്ചേർച്ച എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരിയായ ശാരീരിക ചേർച്ച, അതായത് കറക്റ്റ് കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറയണം. അപ്പം ലൈംഗിക ജീവിതത്തിലെ പരാജയങ്ങൾ പ്രത്യേകിച്ചും ഇത് പുരുഷന്മാരിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഒരു കുറഞ്ഞ അളവിൽ പ്രശ്നങ്ങളുണ്ട്, ഞാനിത് മാറ്റിവെക്കുന്നില്ല, നമുക്ക് ചർച്ച ചെയ്യാം. മാത്രമല്ല ഞാൻ ഇത്തരം ഒരു മാറ്ററിലേക്ക് വരാനൊരു കാരണം കൂടിയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് വാട്സപ്പിൽ ഒരു മുതിർന്ന സഹോദരി ഒരു 19 വയസ്സെങ്കിലും കാണും. അവരെന്നോട് വളരെ സീരിയസ് ആയി സംസാരിച്ചൊരു മാറ്ററാണിത്. ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കാര്യം എന്നെ ഉണർത്തിയപ്പോൾ എന്തുമാത്രം ഗൗരവമുണ്ട് നമ്മുടെ സ്ത്രീകൾക്കിടയിൽ പുരുഷന്മാർ ശ്രദ്ധിക്കാത്ത ചില വിഷയങ്ങൾ കാരണം. അതായത് തങ്ങളുടെ പുരുഷ പങ്കാളികളിൽ നിന്നും ലഭിക്കേണ്ടുന്ന അവകാശങ്ങളിൽപ്പെട്ട ഒരു കാര്യം ശരിയായ രൂപത്തിൽ ലഭിക്കാത്തതിൻ്റെ പേരിൽ വിങ്ങലോടെയും വിഷമത്തോടെയും കഴിയുന്ന അനേകായിരം സ്ത്രീകളുണ്ട് എന്ന് ഒരാളുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. അവർ പക്വതയുള്ളവരാണ്, പാകതയുള്ളവരാണ്, 19 വയസ്സുള്ളവരാണ്. പുതിയ സമൂഹത്തിലെ ചില വിഷയങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് പബ്ലിക്കിന് അറിയിക്കണം, അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കണം, പ്രത്യേകിച്ചും പുരുഷ സമൂഹത്തോട് ഇത് ശ്രദ്ധിക്കാൻ പറയണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സന്തോഷകരമായ കുടുംബജീവിതം സാധ്യമാക്കാൻ അല്ലെങ്കിൽ സാധ്യമാകുന്നതിൽ വിജയകരമായ ലൈംഗിക ജീവിതത്തിനും പങ്കുണ്ട്. മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും ഇണകൾ തമ്മിലുള്ള ലൈംഗിക ജീവിതം പരാജയത്തിലാണെങ്കിൽ ആ ഒരൊറ്റ കാരണം മതിയാവും അവരുടെ ദാമ്പത്യ ജീവിതം താറുമാറാവാൻ. അപ്പൊ ഇന്ന് ഞാൻ പ്രത്യേകിച്ചും എൻ്റെ സഹോദരങ്ങളോട്, പുരുഷന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് കാരണങ്ങളാൽ, പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ ഈ കോവിഡ് വാക്സിനൊക്കെ എടുത്തവരിൽ പ്രത്യേകിച്ചും ലൈംഗിക പരാജയം വളരെ വ്യാപകമാണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പുരുഷന്മാരിൽ ലൈംഗിക ജീവിതം കറക്റ്റ് അല്ല, ശരിയായ രീതിയിലല്ല അവർ തങ്ങളുടെ ഇണകളോട് സമീപിക്കുന്നത്. അത് പരിഹരിക്കപ്പെടണം. പിന്നെ ഇത് പറയുമ്പോൾ തന്നെ തെറ്റായ ചികിത്സകൾ സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. ലൈംഗിക പരാജയം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇന്ന് ലഭിക്കുന്ന വ്യാപകമായ ചികിത്സകളിൽ പലതും തെറ്റാണ്, അശാസ്ത്രീയമാണ്, അൺസയന്റിഫിക് ആണ്. ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടാക്കുന്ന, മസ്തിഷ്കത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നാഡീ വ്യവസ്ഥകൾക്ക് കംപ്ലൈന്റ് ഉണ്ടാക്കുന്ന ചികിത്സകൾ വളരെ വ്യാപകമാണ്. താൽക്കാലിക ഫലങ്ങൾ നൽകുന്ന മെഡിസിനുകൾക്ക് പിറകെ പോകുന്ന എത്രയോ ആളുകൾ ഇന്ന് തീരാ ദുഃഖത്തിലാണ്. എൻ്റെ തന്നെ ഇപ്പോൾ 10-18 വർഷത്തെ കൺസൾട്ടിങ് ജീവിതത്തിനിടയിൽ ഒരുപാട് ആളുകൾ പ്രശ്നങ്ങൾ വന്ന് പറയാറുണ്ട്. പല ആളുകൾക്കും നിസ്സാര വിഷയങ്ങളെ കാണാറുള്ളൂ. പക്ഷെ അവർ ഭീമമായ തുക ചെലവഴിച്ച് വലിയ മരുന്നുകൾ വാങ്ങി അത് ഉപയോഗിച്ച്, പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം കൂടി ഞാൻ ഇടയിൽ കയറി പറയുക. ഈ ലൈംഗിക പരാജയത്തിൻ്റെ ഒക്കെ മരുന്ന് കഴിച്ച് അത് സക്സസ് ആയിട്ടില്ലെങ്കിലും ആരും കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കില്ല. എന്തുകൊണ്ട്? മാന്യതയുടെ പ്രശ്നമാണ്. ഇയാൾ ഇതിനൊന്നും പറ്റാത്ത ആളാണ് എന്ന് പറയും. അപ്പൊ മരുന്ന് വാങ്ങി കഴിച്ച് പരാജയം അനുഭവിച്ചാലും ആരും പുറത്ത് പറയില്ല എന്ന ഉറപ്പ് പലപ്പോഴും മരുന്നുകൾ വിപണനം ചെയ്യുന്ന ആളുകൾക്കും അറിയാം. അപ്പൊ വലിയ വിലപിടിപ്പുള്ള മരുന്ന് വാങ്ങുന്നു, വീണ്ടും പ്രശ്നത്തിൽ തന്നെ ജീവിതം തുടരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ പലപ്പോഴും നമ്മൾ ശരിയായ കാരണത്തെ കണ്ടെത്താൻ തയ്യാറാവുന്നില്ല. ശരിയായ ലൈംഗിക വിജ്ഞാനമില്ലായ്മ, ലൈംഗിക വിഷയത്തിൽ സുഹൃത്തുക്കളിൽ നിന്നും, സോഷ്യൽ മീഡിയകളിൽ നിന്നും, പോൺ സിനിമകളിൽ നിന്നും, മറ്റു വഴികളിൽ നിന്നും കിട്ടിയ തെറ്റായ അറിവുകൾ സൂക്ഷിച്ചുകൊണ്ട്, ശരിയായ അറിവുകൾ പരിശീലിക്കാതെ, പഠിക്കാതെ തെറ്റായ അറിവുകൾ മാത്രം വെച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ചികിത്സക്ക് സമീപിക്കുന്നവരുണ്ട്.
അപ്പൊ ആളുകളെ ചൂഷണം ചെയ്യുക എന്ന ഒരു മനസ്ഥിതിയുള്ള ഒരു സമൂഹത്തിലെ ആളുകളുടെ മുമ്പിലാണ് നമ്മൾ എത്തിപ്പെടുന്നതെങ്കിലോ ലക്ഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പോ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നു. പലപ്പോഴും അത് വ്യക്തിഗതമായിരിക്കും, എന്നാൽ കോമൺ ആയിട്ട് ചില കാരണങ്ങളുണ്ട്. ഏറ്റവും സിമ്പിളായി പറഞ്ഞ ദഹന പ്രശ്നമുള്ള ഒരാൾക്ക് ഞാൻ ഏറ്റവും ചെറിയൊരു കാരണം പറയാൻ പോവാം. ശരിയായ മെറ്റബോളിസം ഒരാളിൽ ഇല്ലെങ്കിൽ, ശരിയായ ഉപാപചയ പ്രവർത്തനം ഇല്ലെങ്കിൽ, ശരിയായ ദഹന പ്രക്രിയ ഒരാൾ ഇല്ലെങ്കിൽ, ഗ്യാസ്ട്രൈറ്റിസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, വായു സംബന്ധമായ അസുഖം വയറിലുണ്ടെങ്കിൽ, ദഹനം കൃത്യമല്ലെങ്കിൽ, മോഷൻ ക്ലിയർ അല്ലെങ്കിൽ, മലബന്ധമുണ്ടെങ്കിൽ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ, ലൈംഗിക ജീവിതത്തിൽ ഒരാൾക്ക് എങ്ങനെയാ വിജയിക്കാൻ പറ്റുക? പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റുക? അപ്പൊ പ്രശ്നങ്ങൾ എവിടെ വന്നു എന്ന് ആദ്യം നോക്കണം. എത്രയോ ആളുകൾ വാട്സപ്പിലൂടെ എന്നോട് ഈ വിഷയം പങ്കുവെക്കാറുണ്ട്, ഫോൺ ചെയ്ത് വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്, ക്ലിനിക്കിൽ വന്ന് സംസാരിക്കാറുണ്ട്. വളരെ ചെറിയ പ്രായമുള്ളവരിൽ വരെ ഇത് വിഷയമാണ്. അവർക്ക് പ്രമേഹ രോഗമില്ല, പ്രമേഹ രോഗത്തിന്റെ ഭാഗമായി വരുന്നതുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. ഇവർക്ക് പ്രമേഹ രോഗം വന്നിട്ടില്ല, ചുറുചുറുക്കുള്ള ചെറുപ്പമാണ്, സ്മാർട്ടാണ്. ബട്ട് 25, 28, 30 വയസ്സുള്ള ചെറുപ്പക്കാരിൽ വരെ ലൈംഗിക വൈകല്യം, ലൈംഗിക ബലഹീനത കുടുംബജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന രൂപത്തിൽ പിടികൂടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദഹന പ്രശ്നമുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദഹന പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം ലൈംഗിക ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ദഹനം കൃത്യമാണോ, ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉണ്ടോ. ഒരു 50 വയസ്സിന് താഴെയുള്ള ഒരാളാണെങ്കിൽ ഡെയിലി 2 പ്രാവശ്യം ശോധന ഉണ്ടാവാറുണ്ടോ ഇല്ലേ, വെരിക്കോസിൽ പ്രോബ്ലം ഉണ്ടോ, അടുത്ത് നോക്കണം. അങ്ങനെ ഓരോന്നിലേക്ക് നമ്മൾ നോക്കണം. പിന്നെ മാനസിക സമ്മർദ്ദം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മാനസിക സമ്മർദ്ദമുള്ള ആളാണോ? നമ്മൾ മാനസിക സമ്മർദ്ദമുള്ള ആളാണോ? ബിസിനസ്സുമായി ബന്ധപ്പെട്ടത്, തൊഴിലുമായി ബന്ധപ്പെട്ടത്, എന്തെങ്കിലും തരത്തിലുള്ള ഫാമിലി ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് മാനസികപരമായ സമ്മർദ്ദമുള്ള ആളാണോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പരിഹരിക്കപ്പെടണം. അപ്പം ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വയറിനെ. വയറ് ക്ലിയർ ആണ്, ദഹനം ക്ലിയർ ആണ്, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇല്ല, കോൺസ്റ്റിപ്പേഷൻ ഇല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനസിക സമ്മർദ്ദം പോലത്തെ പ്രശ്നമുണ്ടോ എന്നതാണ്. പ്രത്യേകിച്ച് ഉൾഭയം, കടുത്ത നിരാശ, സ്ട്രെസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കച്ചവട സംബന്ധമായത്, പിന്നെന്താ തൊഴിൽ സംബന്ധമായത്, പിന്നെ പൊളിറ്റിക്കൽ ആയി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വല്ല തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ ശ്രദ്ധിക്കണം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട വേറൊരു മാറ്ററാണ്, നമ്മൾ ഉറക്കം ശരിയായ രൂപത്തിൽ ഇല്ലാത്ത ഒരാളാണോ? നമ്മൾ നമ്മുടെ ഉറക്കത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഉറക്കം അതിൻ്റെ ശരിയായ രൂപത്തിൽ ഇല്ലാത്ത ആളാണോ എന്നത് ഇവിടെ പ്രധാനമായി പഠിക്കേണ്ടതുണ്ട്. പിന്നെ മെമ്മറിയിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നത് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈംഗിക വിഷയത്തിൽ ആദ്യമോ അതിൻ്റെ തൊട്ടടുത്ത തവണകളിലോ ഉണ്ടായ പരാജയം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ദാമ്പത്യ ജീവിതം തുടങ്ങി, ലൈംഗിക ജീവിതം തുടങ്ങി, സ്വാഭാവികമായും ആദ്യം ഒരുപക്ഷെ ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ പറ്റാതെ വന്നാൽ അതിൻ്റെതായ ഒരു ഭയം, അതിൻ്റെതായ ഒരു പേടി സ്വാധീനിക്കപ്പെട്ടാൽ എനിക്ക് ഇതിന് പറ്റത്തില്ല, ശരിയായ ഒരു സക്സസ്ഫുൾ ഇന്റർകോഴ്സ് എനിക്ക് കഴിയില്ല എന്ന തോന്നൽ വന്നാലും നമ്മളിൽ ബുദ്ധിമുട്ട് വരും. അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും ആശങ്ക മനസ്സിലുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യണം, അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പം വയറ് ശ്രദ്ധിക്കുന്നു, മാനസിക അവസ്ഥ ശ്രദ്ധിക്കുന്നു, പ്രഷർ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ ഏതൊക്കെ കാരണങ്ങൾ നമ്മളെ പിടികൂടിയുണ്ടോ അത് ക്ലിയർ ചെയ്ത ശേഷം മാത്രമായിരിക്കണം നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോവേണ്ടത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹൃദയശക്തി ലൈംഗിക ശക്തിയിൽ പ്രധാനമാണ്, മസ്തിഷ്ക ശക്തി ലൈംഗിക ശക്തിയിൽ പ്രധാനമാണ്.
ഈ രണ്ട് കാര്യം കൂടി നിങ്ങളൊന്ന് ഓർമ്മിക്കണം. ഹൃദയശക്തി, മസ്തിഷ്ക ശക്തി. അപ്പം ഹൃദയശക്തി സാധ്യമാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. രാത്രി വയറ് നിറയെ ഭക്ഷണം കഴിച്ച ഒരാൾ, എക്സാമ്പിൾ, അയാൾ ഹൃദയശക്തിയിൽ വളരെ ദുർബലനാവും. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ഒരാൾ, അയാളുടെ ഹൃദയശക്തി വളരെ ദുർബലതയിലാവും. മറ്റൊരു രസകരമായ കാര്യം, നമ്മളിൽ പലരും രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നു, ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുന്നു. സ്വാഭാവികമായും ആ സമയത്ത് തന്നെ നമ്മൾ ഉറങ്ങാനുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കിയത് എപ്പോഴും ഉറങ്ങുന്നതിന് മുമ്പാണ് ലൈംഗികത വേണ്ടത് എന്നൊരു ധാരണയും നമുക്കുണ്ട്. ലൈംഗികത എപ്പോഴും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നടക്കേണ്ട ഒരു കാര്യമാണ് എന്നൊരു ധാരണ കൂടി ഇടയിലുണ്ട്. ധാരണകൾ തിരുത്തണം. പകരം അതിന് നമുക്ക് ഏറ്റവും മെന്റലി സന്തോഷകരമായ ഒരു സമയം, സ്ഥലം, സാഹചര്യം, ഇതൊക്കെ മർമ്മപ്രധാനമാണ്. അത്തരം കാര്യത്തിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ പോവേണ്ടതുണ്ട്. അപ്പോൾ ലൈംഗിക പരാജയം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യം ഞാൻ പറഞ്ഞു. വയറിന്റെ പ്രശ്നം പറഞ്ഞു, മാനസിക പ്രശ്നം പറഞ്ഞു, സമ്മർദ്ദങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ആളാണോ എന്നതൊന്ന് പരിശോധിക്കണം. രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നു, അപ്പം തന്നെ ബെഡ്റൂമിലേക്ക് പോകുന്നു. സ്വാഭാവികമായും ഒരു റെഗുലറായി നടക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു വീക്കിലി 1 or 2, ചില ആളുകൾ 3 ടൈം നടക്കുന്ന കാര്യം, ഓരോരുത്തരും ഓരോ രീതിയാണ്. ആരോഗ്യകരമായ ലൈംഗികതക്ക് ആഴ്ചയിൽ 2 ദിവസമാണ് സ്യൂട്ടബിൾ. ഞാൻ ഒന്നുകൂടി വിശദമാക്കി അത് പറയാം. ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി പരിഹരിക്കണം. പിന്നെ മാത്രമല്ല നമ്മളിൽ പലരുടെയും ഒരു പ്രശ്നം ബ്രോയിലർ ചിക്കൻ. ഈ ബ്രോയിലർ ചിക്കൻ്റെ ഒരു വലിയ അപകടം കൂടി പറയാതെ പോകുന്നത്, ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തോട് ചെയ്യുന്ന തെറ്റായിരിക്കും. ഒരുപക്ഷെ ഈ മേഖലയിൽ കച്ചവടം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എന്നോട് വെറുപ്പ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പം അവരുടെ ക്ഷേമം നമ്മുടെ ലക്ഷ്യമാവുമ്പോൾ പറയേണ്ടത് മുഴുവൻ പറയണമല്ലോ. ബ്രോയിലർ ചിക്കൻ സ്ഥിരമായി കഴിക്കുന്നവരിൽ, ഇടയ്ക്കിടെ കഴിക്കുന്നവരിൽ 2 പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, വൈകാരികത കൂടുതലായിരിക്കും, അതായത് ടെൻഡൻസി കൂടുതലായിരിക്കും, അതിലൂടെ താല്പര്യം കൂടുതലായിരിക്കും. അതിന് ഷഹ്വത്ത് എന്ന് അറബിയിൽ പറയാം. അപ്പൊ ഷഹ്വത്ത് കൂടുതലായിരിക്കും, മലയാളത്തിൽ വികാരം കൂടുതലായിരിക്കും, ശക്തി കുറവായിരിക്കും. അപ്പൊ ലൈംഗിക വികാരം വേറെയാണ്, ലൈംഗിക ശക്തി വേറെയാണ്. രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കണം. ലൈംഗിക വികാരം വേറെ, ലൈംഗിക ശക്തി വേറെ. ലൈംഗിക ശക്തി ഹൃദയത്തോടും മസ്തിഷ്കത്തോടും ചേർന്ന് നിൽക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിന് സപ്പോർട്ടീവായ പഴങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ഇത് നല്ലൊരു പരിഹാരം കിട്ടുന്ന ക്ലാസ്സാണ്. അപ്പോൾ ബ്രോയിലർ ചിക്കൻ്റെ അമിത ഉപയോഗം, അതും രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ചും കഴിക്കുന്നത്, ഒരുപാട് ചെറുപ്പക്കാരിൽ എന്തുണ്ടാക്കി? ലൈംഗിക ബലഹീനത ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ പുതിയാപ്പിളാരെ 40 ദിവസം ചിക്കൻ തന്നെ കൊടുക്കുക. ആര് ജീവിതം കൊളാക്കുന്ന പരിപാടി ഇത്? ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം കൊളമാക്കുന്ന ഏർപ്പാടാ അത്. അതേസമയം കോഴിക്കോടോ മലപ്പുറത്ത് ഈ പ്രശ്നം വരാൻ സാധ്യതയില്ല. കാരണം പെണ്ണ് ചെക്കൻ്റെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചൂസ് ചെയ്യാൻ പറ്റും. കണ്ണൂര്, കാസർഗോഡ് ജില്ലയുടെ തുടക്ക പ്രദേശമായ തൃക്കരിപ്പൂര്, ആ ഭാഗത്തൊക്കെ പിന്നെ ചെറുക്കന്മാര് എവിടെ നിൽക്കണം? ഭാര്യ വീട്ടിൽ താമസിക്കേണ്ടി വരും. അപ്പം ആദ്യത്തെ ഒരു 10-40 ദിവസം വെച്ചാൽ സൽക്കാരങ്ങളുടെ പെരുമഴയായിരിക്കും. അപ്പൊ തുടക്കം തന്നെ പാളും. ഈ പാളൽ കാരണം ഒരു ഭയം ജനിക്കും. ഈ ഭയം തുടർന്നുള്ള ജീവിതത്തിലും ഫീൽ ചെയ്യും. അതാ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്? ലൈംഗിക ജീവിതത്തിന്റെ തുടക്കത്തിലുണ്ടായ ചില പാളിച്ചകൾ ഇനി സ്ഥിരമായി ഞാൻ ഇങ്ങനെ ഒരാളായിരിക്കും, എനിക്കിത് സക്സസ് ആയി, ഇന്റർകോഴ്സ് സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഒരാളിൽ വന്നു ചേർന്നാൽ പിന്നെ എപ്പോഴും ഈ ഒരു പ്രശ്നം വരും. അപ്പൊ ബ്രോയിലർ ചിക്കൻ്റെ ഉപയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. വല്ലപ്പോഴും കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് പതിവാകുക, അത് സ്ഥിരമാവുക, ആഴ്ചയിൽ 3-4 തവണയാവുക നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ സാരമായി ബാധിക്കും. അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തും. മാത്രമല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഇല്ലാണ്ടാക്കും. കാരണം ഒരു പുരുഷൻ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക പരാജയം അനുഭവിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ആത്മവിശ്വാസം തകർന്നു പോകും. അപ്പൊ കാരണങ്ങളിലേക്ക് തന്നെ വീണ്ടും ഞാൻ വന്നു.
അപ്പൊ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നതും ബ്രോയിലർ ചിക്കൻ കൂടുതലായി കഴിക്കുന്നതും നിങ്ങളുടെ ലൈംഗിക പരാജയത്തിന്റെ ഒരു കാരണമാണ്. മാത്രമല്ല, പുതിയ സമൂഹത്തിൽ വൈകാരികത കൂടുതലാണ്. കുട്ടികളിൽ വരെ, ചെറിയ കുട്ടികളിൽ വരെ ഈ വൈകാരികത കൂടുതലാണ്. അപ്പം ബ്രോയിലർ ചിക്കൻ്റെ അമിത ഉപയോഗം നിങ്ങളിൽ വൈകാരികത വർദ്ധിപ്പിക്കുകയും ശക്തി കുറക്കുകയും ചെയ്യും. അപ്പൊ ലൈംഗിക പരാജയം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ആദ്യം ഇത്തരം ചില വിഷയങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ തയ്യാറാവണം. ഞാൻ പൊതുവേ തന്നെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, രോഗം ഏത് ഭാഗത്ത് നിന്നാണോ വരുന്നത്, രോഗകാരണം എന്താണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടു നിൽക്കാതെ നിങ്ങളുടെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ധാരണ വേണ്ട. ആ ധാരണ തെറ്റാണ്. രോഗകാരണത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. എന്നിട്ട് അത് ചികിത്സയാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം. അപ്പൊ ചികിത്സയുടെ പാർട്ടാണ് നിങ്ങളെ രോഗിയാക്കുന്ന വിഷയത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്. അപ്പൊ ആ നിലയിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇത്തരം മാറ്ററിൽ നിന്നും വിട്ടു നിൽക്കണം. പിന്നെ അതോടൊപ്പം വിട്ടു നിൽക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ, ദഹന പ്രശ്നമുള്ള ആളാണെങ്കിൽ കിഴങ്ങ് ഐറ്റംസുകൾ, കടല, പയറ്, പരിപ്പ് പോലത്തെ ഐറ്റംസുകളും തൽക്കാലം വിട്ടു നിൽക്കേണ്ടി വരും. ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലവും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനെ സാരമായി ബാധിക്കുകയും അത് കാരണം നിങ്ങളിൽ ശരിയായ ലൈംഗിക ക്ഷമത കുറയുകയും, ലൈംഗിക ക്ഷമത കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ഒരുതരം മാനസികമായ ഉൾഭയം നിങ്ങളിൽ ജനിക്കുകയും അത് കാരണം തുടർന്നുള്ള എല്ലാ ജീവിതത്തിലും നിങ്ങളൊരു ബലഹീനനായി മാറുകയും ചെയ്യും. അപ്പൊ നിങ്ങളിൽ ബലഹീനത ഉണ്ടോ? സത്യത്തിൽ ഇല്ല. പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ബലഹീനത ഉണ്ടോ? ബലഹീനതയില്ല. അപ്പൊ പിന്നെ എന്താ സംഭവിച്ചത്? നിങ്ങളിൽ ഉള്ളത് ഒരുതരം ഉൾഭയവും മുൻധാരണയുമാണ്. ഐ കാണ്ട്, എനിക്ക് കഴിയില്ല. ബിക്കോസ് ഫസ്റ്റ് ടൈം ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, സെക്കൻഡ് ടൈമും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ കാരണമുണ്ട്. അതിന്റെ 2-3 ദിവസം നിങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു, 3-4 ദിവസം ഹെവി ഫുഡാണ് കഴിച്ചത്. ഇസ്ലാമിക വൈദ്യശാസ്ത്രം ചർച്ച ചെയ്ത് ഈ ലൈംഗിക പരാജയത്തിന്റെ കാരണങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊന്ന്, നമ്മളൊരു നല്ലൊരു ലൈംഗിക ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിലും ശരിയായ ഒരു പരിപൂർണ വിജയം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുരുങ്ങിയതൊരു 3 ദിവസം മുമ്പെങ്കിലും മാംസത്തിന്റെ തീറ്റ അവസാനിപ്പിക്കണം. നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റില്ല. കാരണം ഒരു ദിവസം ഒരു നേരമെങ്കിലും മാംസം കഴിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു വലിയ മാറ്റം അതാണ്. ഒരു ദിവസം ഒരു നേരമെങ്കിലും മാംസം കഴിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥ നമ്മളിൽ വന്നു ചേർന്നു. എല്ലാവരും എന്നല്ല, കൂടുതൽ ആളുകളും അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു വിഷയമാണ് നമ്മൾ കഴിക്കുന്ന ഹെവി ഡോസ് മെഡിസിനുകൾ, ഹൈ ഡോസ് മരുന്നുകൾ. ഇത് നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. സ്റ്റിറോയിഡുകൾ, ആന്റിബയോട്ടിക്കുകൾ, പെയിൻ കില്ലറുകൾ തുടർച്ചയായി കഴിക്കുന്നവരിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നേ ഇല്ല. അതാ പറഞ്ഞത്, പ്രത്യേകിച്ചും പല മെഡിസിനുകളും നമുക്കുണ്ടാക്കുന്ന ശാരീരിക തകരാറുകളെ കുറിച്ച് നമ്മൾ തീരെ ബോധവാന്മാരല്ല. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിലാണെങ്കിൽ ഇൻസുലിൻ വലിയ ലൈംഗിക പരാജയത്തിന് കാരണമാവും. മെഡിസിൻ തന്നെ പരാജയത്തിന് കാരണമാണ്. ഡയബറ്റിക്കിൽ തന്നെ ലൈംഗിക പരാധീനത വരുന്നുണ്ട്. അത് നമ്മൾ പ്രമേഹ രോഗത്തെക്കുറിച്ചുള്ള വിശദമായൊരു ക്ലാസ് വരുന്നുണ്ട്, അവിടെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളിത് കോമൺ ആയിട്ടുള്ള ഒരു ചർച്ചയാണല്ലോ, അപ്പൊ പൊതുവായ കാര്യം പറയുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കാരണത്തെ കൃത്യമായി കണ്ടെത്തുക. അത് നമ്മൾ സ്വന്തം തന്നെ ഒന്ന് വിശകലനം ചെയ്യുക. എനിക്ക് എന്താണ് ശരിക്കും പറ്റിയത്? എനിക്ക് ശരിക്കും എന്താ പറ്റിയത്? എൻ്റെ എവിടെയാണ് പിഴച്ചത്? ഏത് കാരണം കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്? ഞാൻ വളരെ പ്രായം കുറഞ്ഞ ആളാണല്ലോ. അപ്പൊ ആ നിലയിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് കൃത്യമായ കാരണം കണ്ടെത്തി ആ കാരണത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണത്തിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹാരമാവും. ഉദാഹരണം, ഞാൻ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളുണ്ട്. എന്നാലും ഞാൻ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. ഒരാളിൽ ലൈംഗിക ക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ ഹൃദയശക്തി വേണം, മസ്തിഷ്ക ശക്തി വേണം, മനഃശക്തി വേണം, ഉദരശക്തി വേണം, അതായത് ദഹനശക്തി വേണം. ഇത്തരം ശക്തിയിലേക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന ഭക്ഷണക്രമമുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം പറയാം.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഴമാണ്. കേരളീയ പശ്ചാത്തലത്തിലാണെങ്കിൽ നേന്ത്രപ്പഴം. നന്നായി പഴുത്ത് തൊലി കറുത്ത നേന്ത്രപ്പഴം എല്ലാ ദിവസവും കഴിക്കുന്നവരിൽ ഹൃദയശക്തിയും മസ്തിഷ്ക ശക്തിയും അപാരമായിരിക്കും. ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. മനസ്സിലാക്കണം. അപ്പം നിത്യജീവിതത്തിന്റെ ഭാഗമായി പ്രഭാത ഭക്ഷണത്തിൽ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം ശീലമാക്കുക. ഈത്തപ്പഴം ശീലമാക്കുക. ഈത്തപ്പഴത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കിട്ടുമെങ്കിൽ സുക്കരി ഇനത്തിൽപ്പെടുന്ന ഈത്തപ്പഴമാണ് നല്ലത്. സുക്കരി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സൗദിയിലൊക്കെ വളരെ വ്യാപകമായി കിട്ടുന്ന ഈത്തപ്പഴമാണ് സുക്കരി. അപ്പം ഈ സുക്കരി ഈത്തപ്പഴം കഴിക്കുന്നതോടൊപ്പം പാലുകൂടി പ്രഭാതത്തിൽ കുടിക്കാൻ കിട്ടുമെങ്കിൽ മറ്റൊരു ചികിത്സയും ഒരുപക്ഷെ വേണ്ടി വരൂല. അതേസമയം ദഹന തകരാറുണ്ടെങ്കിൽ അതിന് ചികിത്സ ആവശ്യമാണ്. ഇപ്പൊ ഞാൻ സാധാരണ ഇത്തരം കേസുകളുമായി വരുന്ന ആയിരക്കണക്കിന് ആളുകളെ ചികിത്സിച്ച് ഇപ്പൊ വളരെ സന്തോഷകരമായ ജീവിതം അവർ നയിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 18 വർഷമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു പ്രയാസവുമായി വളരെ സങ്കടത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ടുണ്ട്. മനസ്സിലാക്കണം. നമ്മളൊക്കെ ആദ്യം ചെയ്യുന്നത് ഉദരശുദ്ധി വരുത്തുന്നു, ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രൂപത്തിലാവാനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അതിന് ആവശ്യമാണെങ്കിൽ ഹിജാമ വളരെ പെർഫെക്റ്റ് ആണ്. ഹിജാമ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു 1 month ട്രീറ്റ്മെന്റ് ആദ്യം പ്ലാൻ ചെയ്യുന്നു. ശേഷം മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇദ്ദേഹത്തിൽ ബലഹീനത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇനിയും ബലഹീനത എന്ന് പറയുമ്പോൾ പുതിയ കാരണം പറയാം, പോൺ സിനിമയ്ക്ക് അടിമയായ ഒരുപാട് ആൾ അഡിക്റ്റ് ആവുക, ബലഹീനത വരും. അതായത് ആരാന്റെ ലൈംഗിക ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നത് മോശം സംസ്കാരമാണ്. മനസ്സിലാക്കണം. ചീത്ത സ്വഭാവമുള്ള ആളുകളുടെ ഏറ്റവും തരംതാണ ശീലമാണ് മറ്റൊരാളുടെ ലൈംഗിക ജീവിതം കാണുക, ആസ്വദിക്കുക എന്നുള്ളത്. അപ്പൊ ഒരു പോൺ സിനിമയിൽ എന്താ സംഭവിക്കുന്നത്? മറ്റു 2 പേർ ചെയ്യുന്ന ലൈംഗിക ക്രിയകൾ, ലൈംഗിക പ്രവൃത്തികളെ കാണുകയാണ്. എന്നിട്ട് ഇയാൾ അതിലൊരു ആസ്വാദനം കണ്ടെത്തുകയാണ്. ഇത് സത്യത്തിൽ ശാസ്ത്രീയമല്ല. ഇത് സമ്മർദ്ദത്തിലാക്കുന്നു, ബ്ലഡ് പ്രഷർ കൂട്ടുന്നു, സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു, മെമ്മറിയെ താറുമാറാക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ പോൺ സിനിമ കാണുന്നതിലൂടെ ഒരാൾ അനുഭവിക്കുന്നുണ്ട്. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നു, കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു, മനോവൈകല്യങ്ങൾ ഉണ്ടാവുന്നു, പഠനവൈകല്യം ഉണ്ടാവുന്നു, സ്വഭാവ വൈകല്യം ഉണ്ടാവുന്നു. നിസ്സാര കാര്യമല്ല. ദാമ്പത്യ ജീവിതത്തിൽ ഭദ്രമായ കുടുംബജീവിതം നയിക്കുന്നതിന് ഇത് തടസ്സമായി തീരുന്നു. പിന്നെ അതുപോലെ തന്നെ പുരുഷന്മാരിൽ പലരിലും ഫാസ്റ്റ് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന, പെട്ടെന്നുള്ള സ്ഖലനം എന്ന് പറയുന്ന അവസ്ഥക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. ബ്രോയിലർ ചിക്കൻ്റെ ഉപയോഗം മാത്രമല്ല, സ്വയംഭോഗം. ഈ സ്വയംഭോഗം എന്നുള്ളതും വളരെ അപകടം പിടിച്ച ഏർപ്പാടാണ്. അതും മാനസിക സമ്മർദ്ദത്തിന് പിന്നീട് കാരണമാകും, മനോവൈകല്യത്തിന് കാരണമാകും, സ്വഭാവ വൈകല്യത്തിന് കാരണമാകും, ആത്മവിശ്വാസം നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ നമ്മുടെ നാഡീ വ്യവസ്ഥകളെ തളർത്തുന്നതിന് കാരണമാകും. ഒരുപാട് വിഷയങ്ങൾ അവിടെയും വരുന്നു. മാത്രമല്ല, സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാനും കഴിയില്ല. കാരണം എന്തുകൊണ്ട്? അയാൾക്ക് അയാളുടെ മൈൻഡിൽ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഓർഗാസം മാത്രമാണ്. പെട്ടെന്ന് രതിമൂർച്ചയിലേക്ക് എത്തുക എന്നതാണ്. അവിടെ പങ്കാളി, തൻ്റെ പാർട്ട്ണർ, അങ്ങനെ ഒരു മാറ്റർ ഇല്ല. അത് ഇയാളുടെ മൈൻഡ് സെറ്റാവും, ആ നിലയിൽ സെറ്റാവും. അപ്പൊ പിന്നെ സ്വന്തം ജീവിത പങ്കാളിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ഈ ഒരു കാര്യം ഇയാൾ അപകടത്തിലാഴ്ത്തും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിനൊക്കെ നേരത്തെ ചെയ്തു പോയി, ശരി, പരിഹാരമുണ്ട്. ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്ത ശേഷമാണ് എങ്കിൽ ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരമുള്ള വളരെ എളുപ്പത്തിൽ ഫലവത്തായ ചികിത്സ നിങ്ങൾക്ക് സാധ്യമാണ്. വളരെ ഫലവത്തായ ചികിത്സ സാധ്യമാണ്. അപ്പം ഇത്തരം വൈകല്യങ്ങൾ നേരത്തെ സംഭവിച്ചു എന്നതും ദാമ്പത്യ ജീവിതത്തിൽ, ഫാമിലി ലൈഫിൽ
ലൈംഗിക ജീവിതം പരാജയപ്പെടാൻ കാരണമായി തീരും എന്നതുകൂടി ഇടയിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചില ഭക്ഷണത്തെ ഒഴിവാക്കുന്നതോടൊപ്പം ചില ഭക്ഷണത്തെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത് നമ്മുടെ ശാരീരിക ക്ഷമത, ഹൃദയശക്തി, മസ്തിഷ്കശക്തി, മനഃശക്തി, ഉദരശക്തിയൊക്കെ വരുത്തി ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ കാരണമായി തീരും. അതിൽ പ്രധാനമാണ് പ്രഭാതത്തിൽ കഴിക്കുന്ന ഏത്തപ്പഴം, ഈത്തപ്പഴം, പാല്. ഇനി നമുക്ക് പറ്റുമെങ്കിൽ ഒരു 2 അക്രൂട്ട്, വാൽനട്ട് എന്ന് പറയും, അക്രൂട്ട് എന്ന് പറയും. ഡെയിലി മോർണിംഗ് ഒരു 2 എണ്ണം കഴിക്കാം. നമ്മുടെയൊക്കെ നാട്ടു ചികിത്സയിൽ ഇപ്പൊ നായ്ക്കുരണ പരിപ്പ്, അമുക്കുരം പോലത്തതൊക്കെ ഉപയോഗിച്ച് ഒരുപാട് മരുന്നുകൾ, അശ്വഗന്ധ, ഇതൊക്കെ മരുന്നുകൾ വ്യാപകമായിട്ടുണ്ട്. ഞാൻ പറയുന്നു, നേരിട്ടൊരിക്കലും മരുന്നിലേക്ക് പോവരുത്. പരസ്യത്തിൽ കാണുന്ന മരുന്നുകൾ ഉപയോഗിക്കരുത്. മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ച് മരുന്ന് വാങ്ങി കഴിക്കരുത്. താൽക്കാലിക ഫലം കിട്ടിയേക്കും, പക്ഷെ താൽക്കാലിക ഫലം ചിലപ്പം നിങ്ങളുടെ ഹൃദയരോഗത്തിനും മസ്തിഷ്ക രോഗത്തിനും കാരണമാകുക എന്നതിനോടൊപ്പം പിന്നെ മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി വരും. പിന്നീട് മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കൂടി വരും. അതിനേക്കാൾ ബെറ്റർ എന്താ, നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു, നിങ്ങൾക്ക് എന്ത് കാരണത്താലാണ് ഇത് സക്സസ് ആവാത്തത് എന്ന് കൃത്യമായി കണ്ടെത്താൻ പറ്റും. അതിനിപ്പോൾ കൺസൾട്ടിങ്ങിന് നേരിട്ട് വരണമെന്നൊന്നുമില്ല. നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് 7025401429 മനസ്സിലായില്ലേ? ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക, കാര്യങ്ങൾ അവതരിപ്പിക്കുക, വിഷയങ്ങൾ പറയുക. അപ്പം ഞാൻ കൃത്യമായി ചില ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ കാരണം കണ്ടെത്തും. വളരെ സയൻറ്റിഫിക് ആയ രൂപത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സാധ്യമാണ്. 2-3 മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും. ലൈഫ് ലോങ് വളരെ സന്തോഷമുള്ള ഒരു ജീവിതത്തിന് നിങ്ങളെ അത് സഹായിക്കും. ഈ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വേണം. അപ്പം നേന്ത്രപ്പഴം, ഈത്തപ്പഴം, പാല് പോലത്തെ ഭക്ഷണം നമ്മൾ ഉൾക്കൊള്ളിക്കുക. പിന്നെ അക്രൂട്ട്, അതായത് വാൽനട്ട് ഡെയിലി 2 എണ്ണം കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഏറ്റവും ശുദ്ധമായ കാട്ടുതേൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അതായത് ലൈംഗിക ക്ഷമത നഷ്ടപ്പെട്ടു പോയവരാണെങ്കിൽ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അവർക്ക് ഞാൻ പറഞ്ഞ കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതോടൊപ്പം വളരെ ഉപകാരപ്രദമായ മറ്റു ചില ഭക്ഷണങ്ങൾ കൂടിയുണ്ട്, മനസ്സിലാക്കണം. ആഴ്ചയിൽ 1-2 തവണ നാടൻ കോഴി മാംസം കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ അങ്ങാടികളിൽ കിട്ടുന്ന മസാലപ്പൊടികൾ ചേർത്തതാവരുത്. ശുദ്ധമായ വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ ചേർത്ത് പാചകം ചെയ്തതും ആവണം. മാത്രമല്ല അതിൽ ധാരാളം ഉള്ളി ചേരണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവേ നമ്മുടെ സവാളക്ക് പുരുഷനിലെ ലൈംഗിക ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനൊരു കാര്യം കൂടി ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ അതുപോലെ വളരെ ഉപകാരപ്പെടുന്ന ചില പച്ചക്കറികളുണ്ട്. ചുരങ്ങയുണ്ട്, കോവക്കയുണ്ട്, മനസ്സിലാക്കണം. അതുപോലെ വഴുതനങ്ങ കഴിക്കരുത്. ലൈംഗിക ബലഹീനത ഉള്ളവർ വഴുതനങ്ങ കഴിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈംഗിക വൈകാരിക പ്രശ്നമുള്ളവരാണെങ്കിലും ലൈംഗിക ബലഹീനത ഉള്ളവരാണെങ്കിലും വഴുതനങ്ങ കുറച്ചു കാലം ഉപേക്ഷിക്കേണ്ടി വരും. കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിഷയം പറയുന്നത്. അക്കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. പൊറോട്ട കഴിക്കരുത്, മന്തി കഴിക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇടയിലിടയിൽ പലതും മിക്സ് ആയിട്ടാണ് പറയുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ എല്ലാ ഭാഗവും കേൾക്കണം. ഇതൊരു സമ്പൂർണ്ണ ആരോഗ്യ ക്ലാസ്സാണ്. ഫാമിലി ഹെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ആരോഗ്യ ക്ലാസ്സാണ്. അതുകൊണ്ടാണ് ഞാനിത് ഒരു വ്യവസ്ഥാപിത ശൈലി ഒഴിവാക്കിയിട്ട് പലതും പല സ്ഥലത്തായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കാര്യങ്ങൾ പലതും പഠിക്കാനുണ്ട്. മാത്രമല്ല, ഇപ്പൊ കോവക്ക കഴിക്കുന്നതും വെണ്ടക്ക കഴിക്കുന്നതും ചുരങ്ങ കഴിക്കുന്നതും പുരുഷ ശരീരത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കുന്നു. നേന്ത്രപ്പഴം കഴിക്കുന്നത് ക്ഷമത വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, പഴുത്ത നേന്ത്രപ്പഴം നന്നായി ഉടച്ച് കഴിക്കുകയാണെങ്കിൽ, അങ്ങനെ നല്ലൊരു മെത്തേഡുണ്ട്. നന്നായി പഴുത്ത് പാകമായി ഒന്നിങ്ങനെ തൊട്ടാൽ തന്നെ ചീഞ്ഞു പോവുക, സോഫ്റ്റ് ആയത്, അത് നന്നായി കുത്തി പേസ്റ്റ് രൂപത്തിലാക്കി തേൻ ചേർത്ത് ഒന്നുകൂടി പേസ്റ്റ് ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ കൗണ്ട് കുറവ് കൊണ്ടോ മോർട്ടിലിറ്റി പ്രശ്നം കൊണ്ടോ കുഞ്ഞുങ്ങളാവാത്ത പുരുഷന്മാരുടെ പ്രശ്നം പരിഹരിക്കാൻ വലിയ അളവിൽ അത് സഹായിക്കും. നമ്മൾ പൊതുവെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് അനേകം ആളുകൾ വരാറുണ്ട്.
എത്രയോ ആളുകൾ 20 വർഷവും 15 വർഷവും 10 വർഷമൊക്കെ കുട്ടികളാവാത്ത എത്രയോ ആളുകൾക്ക് അൽഹംദുലില്ലാ തിബ്ബുൻ നബവിയിലെ പ്രവാചക വൈദ്യത്തിലെ എളുപ്പമുള്ള ചികിത്സകളിലൂടെ ഇന്നിപ്പോൾ എത്രയോ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡായത്. നന്നായി പഴുത്ത് ഉടഞ്ഞ നേന്ത്രപ്പഴം കുത്തിച്ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ശുദ്ധമായ കാട്ടുതേൻ മിക്സ് ചെയ്ത് പ്രഭാതത്തിൽ കഴിക്കുന്നത് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല, സ്പേം കൗണ്ട് വർദ്ധിക്കാനും മോർട്ടിലിറ്റി വർദ്ധിക്കാനും പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ സഹായകമാണ്. മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഏത് കാര്യത്തിലും ഞാൻ പലതും നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല അറിവും പറയുമ്പോഴും നിങ്ങളുടെ ശാരീരിക തലത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കേവലം യൂട്യൂബ് ഒരിക്കലും ചികിത്സയല്ല. ഞാൻ എല്ലാവരോടും പറയട്ടെ, യൂട്യൂബിൽ ക്ലാസ് കേട്ടിട്ടൊന്നും ഒരു ചികിത്സയും സ്വയം ചെയ്യരുത്. ചികിത്സിക്കാൻ അധികാരം ഡോക്ടേഴ്സിന് മാത്രമാണ്. യൂട്യൂബിൽ ഏത് ക്ലാസ് കേട്ടാലും അതൊരു പഠനം മാത്രമാണ്, പഠനം മാത്രമായിരിക്കണം. അതങ്ങനെ തന്നെ എടുത്ത് ലൈഫിൽ എന്താക്കരുത്, ഉപയോഗിക്കരുത്. അതേസമയം ഒരു ഭക്ഷണ രീതി പറഞ്ഞാൽ അത് ഉപയോഗിക്കാം. ഞാൻ ഏത്തപ്പഴം, അതായത് നേന്ത്രപ്പഴം കഴിക്കാൻ പറഞ്ഞു, കഴിക്കാം. ഈത്തപ്പഴം കഴിക്കാൻ പറഞ്ഞു, കഴിക്കാം. സുക്കരിയാണ് അതിൽ പ്രധാനം എന്ന് പറഞ്ഞു, നല്ലതാണ്. പിന്നെ പാല് കുടിക്കാൻ പറഞ്ഞു, കുടിക്കാം. പിന്നെ വാൽനട്ട് പറഞ്ഞു, കഴിക്കാം. ഒക്കെ ഫുഡ് എന്ന രൂപത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിലും ആരോഗ്യത്തിന് ഭക്ഷണമാണല്ലോ വേണ്ടത്. ആരോഗ്യത്തിന് വേണ്ടത് ഭക്ഷണമാണ്. പിന്നെ ചില ആളുകളിൽ അതിശക്തമായ രൂപത്തിൽ പ്രശ്നം വരുന്നിടത്ത് മാത്രമാണ് ഈ ഭക്ഷണത്തെ തന്നെ മരുന്ന് രൂപത്തിലാക്കി പ്രവാചക വൈദ്യശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ച ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതിനെ മരുന്നെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, ഒരു ഫുഡ് സപ്ലിമെന്ററി. അത് നമുക്ക് ഉപയോഗിക്കാം. അതിലൂടെയും നമ്മുടെ പരിഹാരം കണ്ടെത്താൻ പറ്റും. എന്തായാലും പരിഹാരം നിങ്ങൾ കണ്ടെത്തണം. ഹിക്മ ഹീലിംഗ് നിങ്ങളെ സഹായിക്കും. കാരണം അറിവിലൂടെയാണ് രോഗമുക്തി, അറിവില്ലായ്മയാണ് രോഗം. അറിയുക എന്നതാണ് ചികിത്സ. അറിയുക എന്നതാണ് ചികിത്സ. അപ്പൊ നിങ്ങൾ പഴം, പാല്, ചില നട്സുകൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ ചില വെജിറ്റബിൾസും ഞാൻ പറഞ്ഞു. ഇതിനൊക്കെ അപ്പുറം വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം സുഗന്ധമാണ്. സുഗന്ധം ഉപയോഗിക്കണം. പിന്നെ നമ്മൾ മിസ്വാക്ക് അപാര ശക്തി ഉണ്ടാക്കും. അതും അറാക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ലൈംഗിക ബലഹീനതക്ക് വലിയ പരിഹാരം അറാക്കിലുണ്ട്. എന്തുകൊണ്ട് അറാക്കിലുണ്ട് എന്ന് ഞാൻ പറയുന്നു? അത് ഹൃദയത്തെയും മസ്തിഷ്കത്തെയും ശക്തിപ്പെടുത്താൻ അപാരമായ കഴിവുള്ളതാണ്. അപ്പൊ നിങ്ങൾ ലൈംഗിക ബലഹീനത അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറാക്ക് ഉപയോഗിക്കണം. രാവിലെയും രാത്രിയും ഉപയോഗിക്കാം, പറ്റുമെങ്കിൽ 5 നേരം ഉപയോഗിക്കാം. അപ്പോഴും മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ശാരീരിക തലത്തിലോ മാനസിക തലത്തിലോ പ്രശ്നമുള്ളവരാണെങ്കിൽ അത് കൃത്യമായി അറിയിച്ച് അതിന് ഞങ്ങൾ പറഞ്ഞു തരുന്ന പരിഹാരം നിങ്ങൾ സ്വീകരിക്കണം. അല്ലാതെ പ്രശ്നം നിലനിർത്തിക്കൊണ്ട് ഒരു പരിഹാരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. കാരണത്തെ നിലനിർത്തിക്കൊണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ കാര്യം കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ അതുപോലെ പ്രധാനമാണ് ലൈംഗിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. പ്രത്യേകിച്ചും ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, നിലനിർത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ശരീരശുദ്ധി പ്രധാനമാണ്, സുഗന്ധം പ്രധാനമാണ്, പരസ്പര സ്നേഹം വളരെ പ്രധാനമാണ്, ഇണക്കമുള്ള മനസ്സ് വളരെ പ്രധാനമാണ്. അതായത് ഇഷ്ടമുള്ള സ്നേഹമുള്ള ഒരു മനസ്സ് ദമ്പതികൾക്കിടയിൽ ഉണ്ടാവണം, വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലൈംഗിക പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നില്ല. നമുക്ക് ഒരു പക്ഷേ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ചർച്ച ചെയ്യാം. വലിയൊരു വിഷയം ആ ഒരു മേഖലയിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത തവണ ചർച്ച ചെയ്യാം. എന്തായാലും നിങ്ങൾ പരിഹാരം കണ്ടെത്തണം. തീർച്ചയായും പരിഹാരത്തിന് കൂടെ ഹിക്മ ഹീലിംഗ് ഉണ്ട്. 70 25 401 429 ഈ നമ്പർ നോട്ട് ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വിഷയം തുടരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.